നോൺ വെജ് ബിരിയാണിയെ വെല്ലുന്ന ഇടിച്ചക്ക ബിരിയാണി. ഇത്തവണത്തെ ചക്കക്കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, മിസ് ചെയ്യല്ലേ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4 കപ്പ് കൈമ അരിയാണേ. ഇത് ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ ഒരു റെസിപ്പിയില് ഞാൻ അരി കുതിർത്ത് വെക്കുന്നില്ല കേട്ടോ. ടൈം ആവുമ്പോ കഴുകിയിട്ട് നേരെ അടുപ്പത്തേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇടിച്ചക്ക ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ഉണ്ടാവും ഇത് ഏകദേശം. ഞാൻ ചെറുതായിട്ടാണ് ഇടിച്ചക്ക കട്ട് ചെയ്തിട്ടുള്ളത്. വലുതായിട്ട് കട്ട് ചെയ്യാം, ബിരിയാണിക്കൊക്കെ ചിക്കൻ കട്ട് ചെയ്യുന്നത് പോലെ. പക്ഷെ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഇതിനെ ഒന്ന് മസാല പുരട്ടി വെക്കണം, മാരിനേറ്റ് ചെയ്യണം നമുക്ക്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ എരിവുള്ള മുളക് പൊടി 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി കുറച്ചൊന്ന് കുറച്ചിട്ട് പകരം കാശ്മീരി മുളക് പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഇതിലേക്ക് മതിയാവും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം സമാസമം എടുത്ത് അരച്ചെടുത്തത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വേണം. ബാക്കി പിന്നീടത്തേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ഒരു 2 ടീസ്പൂൺ. ഒരു 20 മില്ലി വിനാഗിരി ചേർക്കുന്നുണ്ട്. ഏത് വിനാഗിരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലൊരു പേസ്റ്റ് കിട്ടണം നമുക്ക്. ഇനി ഇത് ഇപ്പൊ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇടിച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇടിച്ചക്കയുടെ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് പെരണ്ട് വരുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യട്ടെ. അടുത്തതായി ബിരിയാണിയിലേക്കുള്ള ബിരിസ്ത, ഫ്രൈഡ് ഓനിയൻ, ഉള്ളി വറുത്തത് തയ്യാറാക്കണം നമുക്ക്. അതിലേക്ക് വേണ്ടി ഒരു വലിയ വല്യുള്ളി തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇതൊക്കെ കണ്ടോ. നമുക്ക് വേഗം തന്നെ കുക്കിംഗ് തുടങ്ങാം. കുക്കിങ്ങിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയും നെയ്യും കൂടിയുള്ള മിക്സ് ആണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ്. ഇനി നിങ്ങൾ വീഗൻ ആണെന്നുണ്ടെങ്കിൽ നെയ്യ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. വെറും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആണ്. ആദ്യം തന്നെ നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. സ്പ്ലിറ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് ഒരു 30 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം. മുന്തിരി നമ്മൾ വറുത്തെടുക്കുന്നില്ല കേട്ടോ. അത് ദമ്മിടുന്നതിന് തൊട്ട് മുന്നേ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഒരു വേവ് മതി മുന്തിരിക്ക്. ഇവിടെ ഇപ്പം കാഷ്യൂസ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഇതേ എണ്ണയിലേക്ക് നമുക്ക് ബിരിസ്തയുടെ ഉള്ളി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ ഓയിലിൽ വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ബിരിസ്ത തയ്യാറാക്കുന്നത്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറിലേക്ക് ചേർക്കാറാവുമ്പോഴേക്കും ഇത് കൂടുതൽ ബ്രൗൺ ആയിക്കോളും. കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ഇടിച്ചക്കയുടെ പീസസ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത്ര നേരം നമ്മൾ കാഷ്യൂസും ഉള്ളിയൊക്കെ വറുത്തെടുത്തത് ലോ ഫ്ലെയിമിലായിരുന്നു. ഇടിച്ചക്കയുടെ പീസസ് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് മൊരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇടിച്ചക്ക മുഴുവനായിട്ടും വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പ്. വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഉപ്പ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണം. എന്നാലേ അരിയിലേക്ക് കറക്റ്റ് ഉപ്പ് പിടിച്ചു കിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാലോ അത്. ഇനി ഇതിലേക്ക് വേണ്ട ഉണക്ക മസാലകളുടെ അളവുകളും പേരും ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. ഏലക്ക 8 എണ്ണം, പട്ട ഒരു 2 ഇഞ്ചിന്റെ പീസ്, ഗ്രാമ്പു 8 എണ്ണം, തക്കോലം 2 എണ്ണം, ജാതിപത്രി ഒരു 2 നാര് മതി, ജാതിക്ക ഒരു ചെറിയ പീസ്, പട്ടയുടെ ഇല 1, സാജീര 1.5 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇപ്പൊ പറഞ്ഞ മസാലകളിൽ നിന്നൊക്കെ ഒരു ചെറിയ അംശം എടുത്തിട്ട് നമ്മൾ ബിരിയാണി അരി കുക്ക് ചെയ്യാനുള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി 5 ലിറ്ററിന്റെ ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ
നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ എടുത്തു വെച്ച ഉണക്ക മസാല ബാക്കി മുഴുവനും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മസാലയിലേക്ക് വേണ്ടി 4 വല്യുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും വളരെ മെലിച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടെ ഉണക്ക മസാലയുടെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുത്തോളൂ. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും വേണം, ചെറുതായിട്ട് കളർ മാറുകയും വേണം. നമ്മുടെ അരിയുടെ വെള്ളം തിളയ്ക്കാറായി. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു വലിയ ചെറുനാരങ്ങയുടെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ വെള്ളം തിളയ്ക്കുന്നു കേട്ടോ. അരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അരി സോക്ക് ചെയ്തിട്ടില്ല, കുതിർത്ത് വെച്ചിട്ടില്ല. ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അരി മീഡിയം ടു ലോ ഫ്ലെയിമിൽ കിടന്ന് പതുക്കെ പാകാവട്ടെ. നമുക്കൊരു 60% കുക്കായാൽ നമുക്കതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് നിൽക്കാം കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട്, നിറം മാറാനുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മുടെ GGG പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വേവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, ചുമന്ന മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, ഓരോരോ ചെറിയ പിടി മല്ലി പുതിന ഇലകളും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. വേണമെങ്കിൽ ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്തോളൂ കേട്ടോ. തക്കാളി ചേർക്കുകയാണെങ്കിൽ തക്കാളി ഒന്ന് പകുതിയെങ്കിലും കുക്കായതിനു ശേഷം മാത്രം നമ്മുടെ ഇടിച്ചക്ക മുറിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കണേ, നമ്മൾ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടാവും ഈ മസാല കുക്കാവാൻ. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ റൈസ് കുക്ക് ചെയ്യുന്ന വെള്ളം തന്നെ ഒരു 3/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ദമ്മിടാൻ പോവാണേ. മസാല ഏറ്റവും അടിയിൽ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്തു. അതിന് മേലെ കൂടെ പകുതി വേവിച്ച റൈസ് ഒരു ലെയർ കൊടുത്തു. റൈസിന് മേലെ ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയില, പുതിനയില, വറുത്തെടുത്ത കശുവണ്ടി പരിപ്പ്, വറുത്തെടുക്കാത്ത മുന്തിരി, വറുത്തെടുത്ത ഉള്ളി അതായത് ബിരിസ്ത, പിന്നെ പഴുത്ത കൈതച്ചക്ക ഉണ്ടെങ്കിൽ അതിന്റെ പീസസും കൂടെ ചേർക്കാം. അങ്ങനെ റൈസിന്റെ 3 ലെയർ ഞാൻ ചെയ്തെടുത്തു. പക്ഷെ മസാല ഏറ്റവും അടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുക്കളയിൽ സ്റ്റൗവിന്റെ മുകളിൽ ദമ്മ് വെക്കുമ്പോൾ ഒരു പാൻ വെച്ച് അതിന്റെ മുകളിൽ പൊടിയുപ്പിന്റെ ഒരു ലെയർ കൊടുത്തിട്ട് അതിന്റെ മേളിലേക്ക് നമ്മുടെ ബിരിയാണി ചെമ്പ് എടുത്തു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരല്പം മഞ്ഞ കളർ വരുത്താൻ വേണ്ടിയിട്ട് ചൂടാക്കിയ നെയ്യിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് അത് മേലെ കൂടെ തൂവി കൊടുക്കാം. വേണമെങ്കിൽ ഫ്രഷ് നെയ്യും ഒരല്പം ചേർത്ത് കൊടുക്കാം. വാഴയില വെച്ച് അടച്ച് അതിന് മേലെ ലിഡും വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദം സെറ്റായി. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ദം എടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിതാ ലിഡ് ഓപ്പൺ ചെയ്തു. നമ്മുടെ വാഴയിലയും ഓപ്പൺ ചെയ്തു. ഇപ്പം നല്ലൊരു മണമാണ് കേട്ടോ. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അത്രയ്ക്കും നോൺ വെജിനെ വെല്ലുന്ന മണമാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഒരു പ്രാവശ്യം എന്തായാലും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഇടിച്ചക്കയുടെ പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, നോൺ വെജ് പോലെ തന്നെ ഉണ്ട്. പക്ഷെ നോൺ വെജിനേക്കാളും ഇതിനൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാല ഉള്ളിലേക്ക് പിടിച്ച് കയറും. ഗസ്റ്റിനാണ് വിളമ്പുന്നതെന്നുണ്ടെങ്കിൽ മേലെ കൂടെ കുറച്ച് എന്തെങ്കിലും ഗാർണിഷ് ചെയ്ത് വിടാം കേട്ടോ. ഇതുപോലെ എല്ലാവരും അപ്പം വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമന്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.